വിഷു ഓണം വീട്ടിലെ പരിപാടികൾക്കൊന്നും ഞാൻ ഭയങ്കര ഹെവി മേക്കപ്പ് അങ്ങനെ ഇടാറില്ല. വേസ്റ്റ് മുണ്ടാണ് ഇടുന്നത്. അപ്പൊ കുറച്ചുകൂടെ ട്രഡീഷണൽ ഒരു നാടൻ ലുക്കാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഏട്ടൻ സ്റ്റിച്ച് ചെയ്തതാണ്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ആയിരുന്നു. അല്ലാതെ വേസ്റ്റ് മുണ്ട് ഇടാറേ ഇല്ല, എപ്പോഴും സാരി ഉടുക്കുക. ഇല്ലത്തുന്ന തമ്പുരാട്ടി. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ദ ലേഡി ആൻഡ് യൂട്യൂബ് ചാനൽ. ഹാപ്പി വിഷു. ഇത് വിഷുവിന് രാവിലെ ഉച്ചയാവാറായിട്ടോ, 12:30 ആയി. അപ്പൊ പെട്ടെന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ നമുക്ക് ചെയ്യാം. എന്താ പറയാ, വിഷു ഓണം വീട്ടിലെ പരിപാടികൾക്കൊന്നും ഞാൻ ഭയങ്കര ഹെവി മേക്കപ്പ് അങ്ങനെ ഇടാറില്ല. ജസ്റ്റ് ഒന്ന് കണ്ണ് ഹൈലൈറ്റ് ചെയ്യുക, ലിപ്പ് ഹൈലൈറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെ ചെയ്യലുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് സിമ്പിൾ ആയിട്ട് ഒരുങ്ങാം. ഞാൻ ഐബ്രോസ് പെൻസിൽ വെച്ച് വരച്ചു കൊടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഇത് വെച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കും. ജസ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ്, ഇതില് ഈ ഷെയ്ഡും കാണുമല്ലോ, ഈ ഷെയ്ഡും ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ഈ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഞാൻ താഴെയും കൂടി ഒന്ന് വരയ്ക്കാനേ, ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ബേസ് ഡൺ. കണ്ണ് ഞാൻ എഴുതുന്നുണ്ട്. ഞാൻ ഇന്നൊരു ട്രഡീഷണൽ ലുക്കാണ്, വേസ്റ്റ് മുണ്ടാണ് ഇടുന്നത്. അപ്പൊ കുറച്ചുകൂടെ ട്രഡീഷണൽ ഒരു നാടൻ ലുക്കാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് താഴെ നന്നായിട്ട് കണ്ണ് എഴുതി കൊടുക്കാം. ഞാൻ ജസ്റ്റ് മറ്റേ ഒരു ബ്രൗൺ കളർ ഐ ഷാഡോ വെച്ചിട്ട് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക താഴെ. ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കണ്ണെഴുതാം. ഈ സ്റ്റിക്ക് വെച്ചിട്ട് എഴുതിയിട്ട് അതും ഒന്നുകൂടെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എഴുതട്ടെ. ഞാൻ താഴെയും കണ്ണ് എഴുതി കൊടുത്തു. പിന്നെ ഞാൻ അപ്പർ ഐ ഉള്ളിലും ജസ്റ്റ് എഴുതി കൊടുത്തു കേട്ടോ. കോപ്പിറൈറ്റ് പാട്ട്. ഇനി മസ്കാരയും കൂടി ഇടാൻ. താഴെ സ്മഡ്ജ് ചെയ്യുന്നില്ല, നന്നായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ മസ്കാരയും കൂടി ഇട്ട് വന്നിട്ട് കാണിക്കാം കേട്ടോ. എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നില്ല. ഇതാണ് എന്റെ ബ്ലൗസ്. ഇതൊരു 8-9 കൊല്ലം പഴക്കം കാണുമായിരിക്കും. പക്ഷെ ഇത് എന്റെ ബ്ലൗസ് അല്ല കേട്ടോ, ഏട്ടൻ സ്റ്റിച്ച് ചെയ്തതാണ്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ആയിരുന്നു. ഇതാണ് ബ്ലൗസ്. ഇനി വേസ്റ്റുമുണ്ട് നമുക്ക് ഉടുക്കാം. ഇത് എന്തിനാ വേണ്ടി പണ്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഏട്ടാ, അതാണ് ഏട്ടാ അയച്ചത്. ഞാന് ലാസ്റ്റ് വേസ്റ്റുമുണ്ടെടുത്ത എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10th പഠിക്കുമ്പോ എന്തുവാണ്, തിരുവാതിരക്കളിക്കായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അല്ലാതെ വേസ്റ്റ് മുണ്ട് ഇടാറേ ഇല്ല, എപ്പോഴും സാരി ഉടുക്കുക. നിങ്ങൾക്കറിയാലോ, ഐ എം 32. ഓക്കെ, ഫേനോ നിക്കൽ ബാക്ക്. കഴിഞ്ഞ കൊല്ലം ഇട്ട വിഷുവിന്റെ ഇതും ഈ സെയിം സാധനത്തിലുള്ള സെറ്റും ഉണ്ടായിരുന്നു ആണ്. പക്ഷെ അത് സാരിയാണ്, സെറ്റും ഉണ്ടാണ്. അങ്ങ് ഷാമോനെ അറിയോ? കാല് വൈഡൊക്കെ കാണുമ്പോ ഓനെ ഓർമ്മ. ഇന്നലെ ഒരു ബൈക്കിന്റെ നേരെ നിക്കാൻ, ഇന്നലെ ബൈക്കിന്റെ എന്തോ അങ്ങനെ നട നിവർത്തിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ബൈക്ക് വന്നിട്ട് ഇങ്ങനെ ഇടിക്കാൻ പോകുന്നത്. അപ്പൊ മറ്റേ നട തുറന്നു എന്തോ പാട്ടൊക്കെ ഇട്ടിട്ട് തലയിൽ പഴയ സാധനങ്ങളുണ്ട്. അവൻ ചെറുതല്ലല്ലോ, അല്ല ചെറുതാണല്ലോ, പക്ഷെ അവന്റെ ഒരു മൈൻഡ് സെറ്റ് മൊത്തം അവന്റെ പാട്ടുകളും അവന്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലേ. ശമനെ ഇത് നീ കാണുന്നുണ്ടെങ്കിൽ ഹായ് എന്നൊക്കെ മൈക്കൂരി കളയാല. ഹലോ ചെക്ക്. ഇല്ലത്തുന്ന തമ്പുരാട്ടി. എഴുന്നള്ളിപ്പുണ്ടോ?
ആനകൾക്ക് പകരം ആങ്ങളമാർ. ഇതൊക്കെ ഒരു മാക്സിമം 2-3 മണിക്കൂർ നേരത്തേക്കുള്ള മാത്രമുള്ള ഒരു ഒരുക്കം മാത്രമാണ്. ഇപ്പം മാറും, ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് വേർഷൻ വരും. കാണിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥ എനിക്ക് കാണിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കാണിക്കാൻ ആരുമില്ല. ഞാൻ എന്തായാലും ഇല്ല, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളൂ. ശ്രമിക്കാം എത്തിക്കാൻ. ഇപ്പൊ ഒരു കുഞ്ഞാത്തോല് മറ്റേ സിനിമ ഉണ്ടില്ലേ നീ, എന്ത് ജാനകി, മറ്റേ ജോമോളൊരു പടം പഴയ പ്രേതത്തിന്റെ അല്ല, വേറെ അവളിങ്ങനെ പറമ്പിലൊക്കെ പോവാ. അപ്പൊ അവിടെ ഒരു പെണ്ണ് ഉണ്ട്, കുഞ്ഞാത്തോല് പൂച്ചക്കണ്ണുള്ള പെണ്ണില്ലേ, അവള് കുഞ്ഞാത്തോല്, ഓളെ പ്രേതം. അവളിങ്ങനെ വേസ്റ്റ് മുണ്ടെടുത്ത് വെറ്റിലൊക്കെ ചാവച്ച് മുത്തിനല്ല സോറി മുട്ടിനാണ്. അപ്പൊ ആ പാട്ടിട, ഞാൻ പറമ്പിൽ ഇങ്ങനെ നടക്കും കുഞ്ഞാത്തോലായിട്ട്. തൊലിയെല്ലാം കറുത്ത് പോവും. കേക്കുന്നുണ്ടല്ലോ, ഇത് വേണമെന്നില്ല കേട്ടോ. വേസ്റ്റ് കൊണ്ട് പ്ലേറ്റ് ഇല്ലാണ്ട് ആൾക്കാർ എടുക്കൂലേ അല്ലേ? കണി വെച്ചതിൽ വെറ്റിലുണ്ടോ? ഒരു വെറ്റില ശവയ്ക്കാറേത്. ആരും വിളിക്കില്ല. സ്ലീപ്പ് മോഡോ എന്തോ ആണ്. മറ്റേ നമ്മള് വന്ന് കഥയൊക്കെ പറഞ്ഞ് വീഡിയോ എടുക്കും, അപ്പൊ ഒന്ന് കോളൊക്കെ വന്ന് വീഡിയോ ഒക്കെ കട്ട് കഴിഞ്ഞ് വീഡിയോ പോയി. ഓക്കെ, അപ്പം ബാക്കി ഫുള്ള് റെഡി ആയിട്ട് ഇനി കാണിക്കാം കേട്ടോ. അപ്പൊ ഞാൻ കുഞ്ഞാത്തോലൊന്ന് ഒരുങ്ങിട്ട് വരാം. ലിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിക്കാലേ ഇങ്ങോട്ട് വാ, ആ ഡോർ അടിച്ചിട്ട് പോ. ഓക്കെ വേറൊരാളായി വാ. ലിപ് ലൈനറാ. ഞാൻ നൈക്കയുടെ ഈ ജുംക ഈ ഷെയ്ഡ് തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. ഞാൻ ടൂ മച്ച് ആയിട്ട് ലിപ്സ്റ്റിക് ഇടുന്നില്ല, ഇടാറില്ല പൊതുവെ അങ്ങനെ. പക്ഷെ ഉള്ളതില് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ന്യൂഡായിട്ടുള്ള കളർ ഇടാം. ഓക്കെ, ബ്ലഷ്. ഹൈലൈറ്ററും കൂടി ഇട്ടിട്ട് മേക്കപ്പ് ഫിനിഷ് ചെയ്യാം. മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഞാൻ പൊട്ടൊക്കെ തൊട്ട് ഫുള്ളൊന്ന് സെറ്റായിട്ട് കാണിക്കാം കേട്ടോ. കുപ്പിവളയാട്ടോ ഇടുന്നത്. ഏട്ടൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് തന്നു പോയിട്ടുണ്ട്, നമുക്ക് ഇട്ടാൽ മാത്രം മതി. കുറച്ച് മോയ്സ്ചറൈസർ ആക്കി കൊടുക്കാം. ഇത് ഇത്ര നേരം കയറിയിരുന്നു, ഇപ്പം കയറി ഇതില്. ഇനി ഇതില് നോക്കാം, റൈറ്റാണ് പാടുണ്ടാവുക. കയറുന്നുണ്ട് പല്ലൊക്കെ സെറ്റായി. കാണുന്നുണ്ടോ പുള്ളിക്ക് അറിയില്ല. പൊട്ടൂടെ തൊടല്ലേ? അല്ല ഉണ്ടാവുമല്ലോ. ബാക്കിയൊക്കെ കളഞ്ഞു. അങ്ങനല്ല, ഒന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കളഞ്ഞില്ല. കിട്ടി. പൊട്ടൂടെ തൊട്ടാണ് അറിയില്ലല്ലേ.
ചിക്ക 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 നമ്മള് ഫുൾ അതിൽ കാണോ? ഊരിക്കളയും. 2 ഫോട്ടോ 2 വീഡിയോ ഡൺ. എന്ത് പൊട്ട ഇത്? ബ്ലാക്ക് ആണ് കുറച്ച്. അല്ലല്ല ഇതായിരിക്കും രസമല്ല. ഓക്കെ ആണ് മതിയല്ല. മുല്ലപ്പൂല്ല. മുല്ലപ്പൂവിന്റെ ഒരു പൂവുണ്ട് മറ്റേ ഏട്ടാ ഫേക്ക്. ഓൾ ഡൺ. ഞാൻ ശരിക്കും അപ്പം ഇതാണ് എൻ്റെ ഫുൾ ലുക്ക്. ഞാനിപ്പം മൊത്തത്തിൽ കാണിച്ചു തരാം. ദൂരെ പോണോ കാണിക്കാൻ? ഫുള്ള് അടുത്ത പറമ്പിൽ പോയിട്ട് താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി വിഷു. എല്ലാവരും ഹാപ്പി വിഷു പറഞ്ഞ ഹാപ്പി വിഷു.